ഷഫീന ബീവി അല്ലെ തെർത്താത്ത. തെർത്താത്തയുടെ ശ്രദ്ധയ്ക്ക് തെർത്താത്തെ ഈ തെർത്താത്തേനെ കുടുംബത്തിൽ കയറ്റുന്ന. എല്ലാവർക്കും നമസ്കാരം. രേണുസുതി ഈ അവസ്ഥ കാണുമ്പം സത്യം പറഞ്ഞ എനിക്ക് വിഷമം ഇങ്ങനെ തുളുമ്പുകയാണ് സുഹൃത്തുക്കളെ. ഇവളടുത്ത് ചോദിച്ചതൊന്ന്, ഇവള് പറയുന്ന വേറൊന്ന്. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചു വന്നിട്ട് ഇവളെ എക്സ്പോസ് ചെയ്ത് ഇവളെ മൂഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരി ആയാണല്ലോ ഇരിക്കുന്നത്. പക്ഷെ ഇവള് പ്രതികരിക്കുന്നത്, ഇവരാണ് അതിന്റെ ഇടയിൽ നിന്ന് കളിച്ചത്, അവരാണ് ഇതിന്റെ ഇടയിൽ നിന്ന് കളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ താത്തയ്ക്ക് ഇട്ടുള്ള താങ്ങ്. അവരെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ആരെ? താത്ത എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു ടീമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ അനുഭവങ്ങൾ അതെന്നെ അങ്ങ് കൂട്ടിക്കോ. അത് തന്നെയാണ്, കൂട്ടിക്കോളല്ല, അത് തന്നെയാണ്. ഓക്കെ, കിച്ചു വന്നിട്ട് അവന്റെ കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ മണിമണിയായിട്ട് പറഞ്ഞു. അതിനെ തുടർന്ന് രണാസുന പറന്നു അങ്ങ് എയറിലേക്ക്. എന്നാൽ രണാസുന ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് നിൽക്കത്തില്ല എന്നുള്ള സെറ്റപ്പിൽ സാധനം സംസാരിച്ചു വെച്ചു. പക്ഷെ ഞാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. തള്ളേ ഇപ്പൊ ഇവളെല്ലാം തുറന്നു പറയുന്നു. അങ്ങനെ തുറന്നു പറയാനായിട്ട് അവൾക്ക് അവളുടെ സൈഡ് ന്യായീകരിക്കാനായിട്ട് ഒരു തേങ്ങയില്ല. പക്ഷെ അവളൊന്ന് പറഞ്ഞു വെച്ച് നോക്കിയതാണ്. അവസാനം ഇനി രണ്ടുമൂന്ന് ഭീഷണി ഇറക്കി, കരച്ചിലിറക്കി, എല്ലാ നാടകങ്ങളും പൊളിഞ്ഞ് തരിപ്പണമായിരിക്കുമ്പോഴാണ് അവസാനം ഷെഫീനെ കിട്ട അടുത്ത് അടി. അവരെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് അടിക്കുക എന്നൊക്കെ ഉള്ളൊരു ട്രാക്കിൽ പിടിച്ചു നോക്കി. മൊത്തത്തിൽ മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയാണ് കേട്ടോ. അതുപോലെ പുതിയൊരു വേതാളം കൂടി രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുണ്ട്. എന്തായാലും രണാസുനയുടെ പുതിയ ഒരു മാസ് പഞ്ച് ഡയലോഗ് വീഡിയോ നമുക്ക് നോക്കാം. ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവള് മറ്റേ തീർന്നു കളയെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തല്ലോ. അപ്പോൾ ആ വീഡിയോയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞിട്ട് എന്തായാലും അവളത് ചെയ്യാൻ പോകുന്നില്ല, ഇവളത് ചെയ്യത്തില്ല. ഇവള് 2 ദിവസം കഴിയുമ്പം മാസ് പെർഫോമൻസ് ഇട്ടിട്ട് ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് വരും എന്നുള്ളൊരു കാര്യം ഞാൻ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ച് ഇതൊക്കെ രണാസുനെ കൊണ്ടേ പറ്റത്തുള്ളൂ. എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നു? ഈ ജീവിതത്തിൽ അഭിനയിക്കുന്ന അഭിനയം ആൽബത്തിൽ അഭിനയിക്കും, ചിലപ്പം വൈറലായേനെ. അല്ലാണ്ട് ചുമ്മാ എയറിലായിക്കൊണ്ടിരിക്കുന്ന അല്ലാണ്ട് ഒരു ഗുണമില്ല. എന്തായാലും രേണുസുന്റെ ഫഞ്ച് ഡയലോഗ് കാണാം. ഷഫീന ബീവി അല്ലേ? ആ പവർ കണ്ട ഷഫീന ബേബി. ഇതെല്ലാം രണസുനയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പറയടി മുത്തേ. തെറുത്താത്ത അത് അവരുടെ കോമഡി പേരാണ്, പഴയ പേരാണ്. ഓൾഡ് ഈസ് ഗോൾഡ് ആണല്ലോ. എന്തായാലും ആ ചിരിയിലുണ്ട് അഴകാന വാർത്ത നീ എന്നാൽ മുത്തക്കല്ലേ വിട്രേ മെതുവാന വണ്ണെ വണ്ണിത്താൻ സക്കി നിക്കം അസയ്യൻറും സത്തുക്കൾ പെണ്ണെ മിൻസാരം. ഞാൻ പാടിയത് ഒറിജിനലിൽ നിന്ന് മാറ്റിയാണ് പാടിയത്, രേണുവിന് വേണ്ടിയിട്ട്, എല്ലാം നമ്മുടെ രണയ്ക്ക് വേണ്ടിയിട്ട്. തെർത്താത്തയുടെ ശ്രദ്ധയ്ക്ക് തെർത്താത്തെ ഈ തെർത്താത്തേനെ കുടുംബത്തിൽ കയറ്റുന്നവർ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ നിങ്ങൾ ദയവ് ചെയ്ത് കയറ്റി ഇവരുമായിട്ട് സൗഹൃദം കൂടിയ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കുടുംബം ചിന്ന ഭിന്നമായി പോകും. നിങ്ങൾ എത്രയൊക്കെ പൊട്ടയാണ്, മൊണ്ണയാണ്, ഷൊണ്ണയാണ് രേണു എന്നൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം ഇത് കറക്റ്റാ. അനുഭവം ഗുരു വീണ്ടും ഞാൻ തന്നെ. അതുകൊണ്ട് ഇത് കറക്റ്റാ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ രണാസുനെ എങ്ങനെ എത്ര കേടേട്ട സാധനമായാലും ഈ പറഞ്ഞ കറക്റ്റാ. പക്ഷെ ഇവിടെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കില്ല കേട്ടോ. ഇപ്പൊ രേണുസുതി ഈ വീഡിയോ കാണുമ്പോ അവൻ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരിക്കലും ഇല്ല. നീ വെറും കാട്ട് മണ്ണ. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അതിൽ ഞാൻ ഒരു എഗ്രിമെന്റ് അല്ല. പക്ഷെ നീ പറഞ്ഞ ഈ കാര്യം അത് കറക്റ്റാ. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. കയറ്റി കഴിഞ്ഞാൽ മൂഞ്ചി അങ്ങ് കൂട്ടിയാൽ മതി. ഇപ്പൊ എഴുതി വെച്ചോ, ആര് കുടുംബത്തിൽ കയറ്റിയാലും ഇവരെ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇവരെ എന്നെ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് എന്നെ ഇഷ്ടമില്ലാത്ത കുറെ പേരെത്തി ഇവരെ തലയിൽ വെക്കുന്നതല്ലാതെ അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കേട്ടാ. ഇവളെ ഇഷ്ടമില്ലാത്ത കുറെ പേരെടുത്ത് അവരെ തലയിൽ വയ്ക്കുന്നുണ്ടായിരുന്നു. അതിൽ എനിക്ക് യോജിപ്പില്ല. അത് കുറച്ച് കഴിയുമ്പം അതും പഠിച്ചോളൂ. അപ്പോഴും നിങ്ങൾ സബാഷ് പൂർണ്ണമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ പിന്നെ അവരുടെ പ്രശ്നമൊന്നുമില്ല. അത് സപ്പോർട്ട് ചെയ്യാൻ ഞാനില്ല, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാനില്ല. 2 വധൂരികൾ. അത് പോട്ട് ഈ ഒരു അപരാധം. രേണു, കിച്ചു പറഞ്ഞതിനൊക്കെ എന്തെങ്കിലും ഒരു മറുപടി കൊടു. കിച്ചു പറഞ്ഞ ആരോപണങ്ങൾ സത്യമായിരുന്നോ? കള്ളമാണെങ്കിൽ നീ ഇതിനു മുന്നേ റിപ്ലൈ കൊടുക്കണ്ടേ? നീ കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ ഞാൻ വിചാരിക്കേണ്ടത്? കിച്ചു പറഞ്ഞതെല്ലാം സത്യമാണെന്നല്ലേ? അതിന്റെ അർത്ഥം നീ തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ലേ? കുറെ പൈസ വാരി ഞണ്ണി ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞ് ഒരു പാരന്റ് ആവത്തില്ല. ഒരു സ്നേഹവും അവിടെ ഇല്ല. പണം എന്ന് പറയുന്നത് ഇത് ഇവളെ ന്യായീകരിച്ച് മുണ്ടോക്കിക്കൊണ്ട് വേറെ കുറെ ടീമുകൾ വന്നു. അത് അതിനേക്കാളും കാട്ടുവധൂരികൾ. ഓക്കെ, ദുബായില് അവർക്ക് ബിസിനസ് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്തുവായത്? എനിക്കൊന്നും മനസ്സിലാവില്ല. അറിഞ്ഞ കാര്യം പറ. അറിഞ്ഞിട്ടാണ് നിൽക്കണമെന്ന് പറയാതെ അറിഞ്ഞ കാര്യം പറ. നമുക്ക് നോക്കണ്ടേ എന്താണ് ബിസിനസ് എന്ന്. ഇതെല്ലാം രണാസുന 2-ാം തീയതി വരെ എന്ത് ഉദ്ഘാടനം അവിടെ? എട്ടെന്നെ അറിയത്തില്ല. ഇവരെ പറ്റി ഇവരുടെ പേര്
കുറച്ച് അണ്ടർ ഗാർമെന്റ്സും ഉണ്ട്, കുറച്ച് ഡ്രസ്സും ഉണ്ട്. ഓഹോ, 2 ഷെഡി വരുമ്പോ അവർക്കും കൊടുത്തേക്ക്. എന്തുവാ ഇത്? നിങ്ങൾ തമ്മിൽ ഇമ്മാതിരി അടിയായ? സാധാരണ ഞാനിങ്ങനെ നോക്കുമ്പോ തിട്ടങ്ങളാണ്, കുഴപ്പമില്ല, അത് പോട്ടെ. അത് ഞാൻ വേറെ എന്താ പറയാൻ വന്നു, അത് വിട്. അപ്പോ പെട്ടിക്കകത്ത് എന്താണ്, അതാണ് വിഷയം. അതായത് ഷഫീന ഒരു വീഡിയോയിൽ എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവളുടെ പെട്ടിക്കകത്ത് ഇവള് മറ്റേത് കയറ്റി വെച്ചിട്ടുണ്ടേ എന്ന്. അത് എന്തോ വലിയ ഇത് നടത്തുന്നുണ്ടെന്ന്. ഇപ്പം നിങ്ങൾ തമ്മിൽ തരവാണ് കേട്ടാ, രണ്ടും നല്ല ടീമുകളാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ അടിക്കുക. ഇത് കണ്ട് മാറിയിരുന്ന് നോക്കാൻ ഒരു രസമാണ്. സെപ്പറേറ്റ് ഫാൻ ബേസാ. സത്യം എവിടെ പ്ലേ ആവും. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് കുറച്ച് മുട്ടായി, ഋതപ്പനൊക്കെ മേടിച്ചോണ്ട് പോകുന്ന മുട്ടായി, കുറെ പേര് നല്ല മുട്ടായി ഒക്കെ തന്നുവിടുന്ന ആ മുട്ടായി. ഇതൊക്കെ നിന്നെ എന്തിനടി ഞാൻ ബോധിപ്പിക്കുന്നത്? അടി ബോധിപ്പിക്കണ്ടേ, ബോധിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് കയറി ഇറങ്ങുന്നത്. മനസ്സിലായോ? അതാരെയാ ബോധിപ്പിച്ചത്? എന്തായാലും ബോധിപ്പിക്കേണ്ടവനെ ബോധിപ്പിച്ചെന്നല്ലേ പറഞ്ഞത്. സുനിയേട്ടൻ ഇല്ലല്ലോ. പിന്നെ വേറെ ആരെയാ ബോധിപ്പിച്ചത്? തങ്കം ചേട്ടനായിരിക്കും. അല്ല, നീ അവിടെ ഇരുന്ന് കാലും വയ്യാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് അത് മോശം. കാലും വയ്യാതിരുന്നു ഒരാളെ അങ്ങനെ നമ്മൾ ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ വെച്ചിട്ട് കളിയാക്കുന്നത് തൊട്ടിത്തനം, തെണ്ടിത്തനം, തന്തയില്ലായ്മ എന്ന് പറയും. മനസ്സിലായ? നാളെ നീയും എവിടെയെങ്കിലും പോയി 2 വണ്ടി ഇടിച്ച് തെറിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ വെച്ചിട്ട് കളിയാക്കാൻ നിൽക്കരുത്. ഒരാളുടെ വൈകല്യത്തിനെ ചോദ്യം ചെയ്യരുത്. അത് റോങ് ആണ്. അങ്ങനെ ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ ഒരു വൃത്തികെട്ട മനസ്സാണ്. നാളെ അതേ ഒരു സംഭവം അവന് സംഭവിക്കട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ എന്നെ തന്നെ ഒരുപാട് പേരൊക്കെ വന്നിരുന്നിട്ട് ബോഡി ഷെയിം ചെയ്യാറുണ്ട്, മറ്റേ ആക്സിഡന്റ് ആയതിന്റെ കേസൊക്കെ പറയാറുണ്ട്. എനിക്ക് പുല്ല് മാത്രമാണ്. നീയല്ല നിന്റെ തന്തം എന്ന് പറഞ്ഞാൽ എനിക്കൊരു തേങ്ങയില്ല. അത് വേറെ കേസാണ്, അത് വിടും. ഇനി ഷഫീനയ്ക്ക് കാലിന് വയ്യ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് മോശമാണ് കേട്ടോ. നാളെ നിനക്ക് ഇതേ അവസ്ഥ അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറം അവസ്ഥ വരായികയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇന്ന് അടുത്ത് നീ പറഞ്ഞ ഫ്ലൈറ്റിൽ നിന്ന് ഡോർ തുറന്ന് ചാടി നീ വെളിയിൽ പോയി തറയിൽ പോയി തെറിച്ച് വീഴുന്ന പാറക്കല്ല് ഇടിച്ചേർന്ന് മറ്റേ ഫ്രണ്ട്സിലെ ജയറാമിനെ പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ഒരാളെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് കളിയാക്കല്, ബോഡി ഷെയിം ചെയ്യല്. നിന്നെ പല്ലിയെന്ന് പറഞ്ഞ് കുറേ പേര് വിളിക്കാറുണ്ട്, ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇല്ല, സപ്പോർട്ട് ചെയ്യത്തില്ല. ബോഡി ഷെയിമിങ് ഇറ്റ്സ് നോട്ട് ഫെയർ. പക്ഷെ നിന്റെയൊക്കെ തനി ഗുണങ്ങളും നിന്റെയൊക്കെ സ്വഭാവശുദ്ധിയാണ് നമ്മൾ വലിച്ചിരിക്കുന്ന, നീയൊക്കെ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളാണ് നമ്മൾ വലിച്ചു ഒട്ടിച്ച് അവർ ചേർത്തങ്ങ് വെക്കുന്നത്. മനസ്സിലായോ? ഈ അവസ്ഥ എത്രയും പെട്ടെന്ന് നിനക്ക് ഉണ്ടാവട്ടെ. എഴുന്നേറ്റ് മുള്ളാൻ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ നിനക്ക് ഉണ്ടാവണം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അതിന്റെ അവസ്ഥ, ആ ഒരു അവസ്ഥ നീ മനസ്സിലാക്കണം കേട്ടാ. അത് ചീപ്പാണ്. ഈ താത്ത എനിക്ക് ഒരു കണ്ണെടുത്താ കണ്ടുകൂടാ, ഇഷ്ടമല്ല. പക്ഷെ നീ ഒരാളെ വെച്ചിട്ട് അങ്ങനെ പറയുന്നത് മോശമാണ്. തൊട്ടിത്തനം നിന്റെ ഒരു ഹരമായി കൊണ്ട് നടക്കുന്നതുകൊണ്ട് നീ വെറും തൊട്ടിയാണെന്ന് എനിക്കറിയാം. നീ എന്ത് അന്തസ്സിലായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്? ഭർത്താവ് മരിച്ചതിന്റെ പേരിലേക്ക് ഇട്ട് റീച്ചും വെച്ച് ഉണ്ടാക്കിക്കൊണ്ട് നടന്നിട്ട് പിള്ളേരെ പോലും തിരിഞ്ഞു നോക്കാണ്ട് നീ എന്ത് അന്തസ്സിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്നതെന്നാണ് നീ പറയുന്നത്. ഓപ്പ്. അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. മനസ്സിലായ? രണ്ടും കണക്കാ, തമ്മിൽ ഭേദം തൊമ്മൻ. ഓക്കെ, ഇപ്പോ ഷഫീന കുടുംബത്തിൽ കയറി കളിച്ചു എന്ന് ഇവള് പറയുന്നുണ്ട്. ഒരു കാര്യം ഒന്ന് മനസ്സിലാക്ക്, കിച്ചു ഇല്ലാത്തതല്ലല്ലോ പറഞ്ഞത്. അല്ലെങ്കിൽ കിച്ചുവിനെതിരെ നീ സംസാരിക്കും. കിച്ചു പറഞ്ഞതെല്ലാം കള്ളമാണ്, കിച്ചു പച്ച കള്ളമാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് നീ തെളിവ് സഹിതം അങ്ങോട്ട് നിരത്ത്. മനസ്സിലായ? ഇത് കിച്ചു പറഞ്ഞത് എന്തോ കള്ളമാണെന്നുള്ള പോലെ നീ അങ്ങോട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാ ഷഫീനാണ് ഇതിന്റെ ഇടയിൽ കയറി കളിച്ചതെന്ന് പറഞ്ഞ് നീ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഷഫീന കളിച്ചോ വാട്ട് എവർ ഇറ്റ് എന്ത് തേങ്ങയിലാവട്ടെ. പക്ഷേ കിച്ചു ഉള്ള കാര്യമല്ലടാ പറഞ്ഞത്. പോങ്ങി നീ നമ്മളെ മണ്ടന്മാരാക്കാൻ നോക്കണം. നീ പൊട്ടയാണ്, ബുദ്ധിയില്ലാത്ത സാധനമാണെന്ന് പറയും. പക്ഷെ നമ്മൾ കണ്ടോണ്ടിരിക്കണമാരെ മണ്ടന്മാരല്ലേ. പറ. നേരത്തെ ഒരു രേണുസുതി அந்த ரேணுசுதி பார்த்தாங்க லவ் தானா தொடுது. ஐயே, നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിട്ട് എന്റെ ഫാമിലിയെ മറ്റേ ഫാമിലിയെ തമ്മിൽ അടുപ്പിച്ച് മക്കളെ തമ്മിൽ അടുപ്പിച്ച് നീ ഗുണം പിടിക്കത്തില്ല. ഒരിക്കലും നീ ഗുണം പിടിക്കത്തില്ല. ഇത് കൂടുതൽ രേണുസുതിക്ക് പറയാനില്ല. നാശം പിടിച്ചവളെ. ഇവള് ടെറാണ് കാണുമ്പോ എനിക്ക് ചിരിയാണ് വരുന്നത്. എന്തോന്നടേ ഇത്, കോമഡിയായി മാറിയിരിക്കുകയാണ്. നാശം പിടിച്ചോളാ, ഗുണം പിടിക്കില്ലടി. അയ്യോ, പണ്ട് ഞാൻ ഇതേ ഫൈറ്റുകൾ ചന്തക്കകത്ത് കണ്ടിട്ടുണ്ട്.
എന്താ മാതിരി. ഇനി ഷെഫീന ഇവളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അത് കൊടുക്കാം. കടത്താൻ വേണ്ടിയിട്ട് മാത്രം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ നാറിയെ ഉപയോഗിക്കുന്നതാണ്. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തോ സംതിങ് വെരി ഫിഷി. അത് കണ്ടെത്തി ഇവള് വരുമ്പോ ഇവളുടെ പെട്ടി, ഇവൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ നന്നായി സെർച്ച് ചെയ്തിട്ട് വേണം പുറത്തേക്ക് ഇറക്കാൻ. എന്നെ പൊന്ന് ഷെഫീന താത്ത, അവിടെ ഇരിക്കണമാര് കിഴങ്ങന്മാരല്ല. അമ്മരെല്ലാം സെർച്ച് ചെയ്ത് എല്ലാം നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് വിടുന്നത്. മനസ്സിലായ? എയർപോർട്ടിൽ ഇരിക്കണമാര് കിഴങ്ങന്മാരും പോങ്ങന്മാരും അല്ല. ഇതെന്തുവാ ചുമ്മാങ്ങ് തള്ളി മറിക്കുകയാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് തെളിവ് സഹിതം വെച്ച് സംസാരിക്കുക. പക്ഷെ ഇല്ലാത്തൊരു ആരോപണം ഒരാളുടെ നെഞ്ചത്തെടുത്ത് ഇടാതിരിക്കുക. ഇപ്പൊ റെനാസുനയ്ക്ക് ബുദ്ധി വിവരം ബോധവും പൊക്കണമൊന്നുമില്ല എന്ന് വെച്ചിട്ട് ഇതിന് കടത്താനുള്ള വിവരം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഷെഫീന ഉറപ്പായിട്ട് അതിന്റെ തെളിവ് വെച്ചിട്ട് സംസാരിക്കണം. അല്ലാണ്ട് ചുമ്മാ വന്നിരുന്നിട്ട് എടി നാണോ ഇല്ലാത്തവളെ നീ കടത്തുവല്ലേ എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. നമ്മളുള്ള തന്തയില്ലായ്മകളെയാണ് വിളിച്ച് പറയുന്നത്. വേണ്ട, ഇവള് കാണിക്കുന്ന വേക്കൂത്തുകളെയും കോപ്രങ്ങളെയും എല്ലാം വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇതൊരുമാതിരി അസൂയ പൊട്ടിയിട്ട് കുരു പൊട്ടിയിരുന്ന് വെട്ടിത്തെറിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞില്ല, രണ്ടും കണക്ക്. എനിക്ക് രണ്ടിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തമ്മിൽ ഭേദം തൊമ്മൻ ആരുമില്ല. പൊട്ടെ എന്തായാലും കൊള്ളാം. അങ്ങനെ ഇവർ രണ്ടുപേരും ഫൈറ്റായി അടിയായി ചെളികാരി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ സേഫ് ആയതാരാ? ഈ ഞാനാ. ഞാനിപ്പോ സേഫാ. ഞാനിങ്ങനെ പറന്ന് കിടക്കുക. ഇനി നാടകമേ ഉലകം അന്ത കണ്ണ പാത്താങ്ക. ഈ ഒരു കിച്ചു വിഷയം ഉണ്ടായപ്പോ ജാങ്കോ സ്പേസിൽ പണ്ടെങ്ങാണ്ട് നടന്ന ഇന്റർവ്യൂവിനെ ഇപ്പൊ തൂക്കിക്കൊണ്ടിട്ടിട്ട് വലിയ നന്മ വരാൻ കളിക്കുകയാണ്. കാണാം കിച്ചുവിനെ ഫാൻ വിളിക്കണത്. ഓ ആണോ? കിച്ചുവായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ? കിച്ചുവിനെ വിളിച്ചിട്ട് ഇപ്പൊ എല്ലാവരുടെയും ഒരു സംശയം ഉണ്ടല്ലോ കിച്ചുവായിട്ട്. ഇപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്കൊരു കോൾ ചെയ്യാം. മോൻ കിച്ചു, കിച്ചുവായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ? അച്ചോടാ, അവനെന്റെ മോനല്ലേ, അവനോട്ട് എനിക്ക് എന്താ? നീ ആരാ? ഞാൻ ആരായിട്ടോ? അച്ചോട്ടോ, അതാണ് അവൻ പറഞ്ഞത്. 3 വർഷം ഞാൻ അവിടെ ഒരു റൂമിന്റെ അകത്തായിരുന്നു. ഒരു പട്ടി പോലും എന്നെ തിരിച്ചു നോക്കില്ല. എന്റെ അച്ഛൻ വന്നാൽ എനിക്ക് തിന്നാൻ കിട്ടും. ഇതവൻ പറഞ്ഞതാണ്. അയ്യോ, അവനെന്റെ മോനല്ലേ. ഇപ്പൊ ഒരു കുട്ടി വളർന്നു വരുന്നുണ്ട്. അവന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഫോൺ അഡിക്റ്റ് ആക്കി അവനെയും വിട്ട് തൊലച്ചിട്ടുണ്ട്. അപരാധം. കണ്ടിന്യൂ. പക്ഷെ ഞങ്ങള് തമ്മിൽ നല്ല ബോണ്ടാണ്. നല്ല രീതിയിൽ ബോണ്ട നീ കഴിക്കും. നല്ല ഉണ്ടംപൊരിയാണ്. എന്ത് തേങ്ങ തള്ളാടി നീ തള്ളുന്നേ. ഇമാതിരി തള്ളുകളി എവിടെ പോയി ഇടിച്ച് നിൽക്കും? നമുക്ക് പതുക്കെ ഇടിച്ചു തന്നാ പോരെ? കാരണം എനിക്ക് സുചേട്ടന്റെ ആ ഒരു കാര്യം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് ഒരാഴ്ച കാലഘട്ടം, ഒരാഴ്ചയോളം ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ട്. ഞാൻ സുചേട്ടനായിട്ട് ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അടുത്തടുത്ത റൂമിലായിരുന്നു അവര്. അന്ന് ഞങ്ങൾ വേറൊരു വർക്കിന്റെ ഭാഗമായിട്ട് ഇവിടെ എടുത്തും. ആ സമയത്താണ് അന്ത കണ്ണ തള്ളി മറിക്കാതെ ഒരു ശുനിച്ചായിട്ടാണ് നീ. ആ പയ്യൻ തുറന്ന് പറഞ്ഞെല്ലാം കൂടി. സ്വന്തം അമ്മ, രണ്ടാനമ്മ, മൂന്നാമൻ എന്തുവാടത്? മൂന്നാനമ്മ. ഒരു സാധനങ്ങളും അവനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവന്റെ കുട്ടിക്കാലം തകർത്ത് തരിപ്പണാക്കി അവരാതി മക്കളെ സ്വാഗതം. നടക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അന്ന് കിച്ചു കൂടെയുണ്ട്. കിച്ചുവിന് 13 വയസ്സാണ്. അന്ന് രേണു വിളിച്ചു തുടങ്ങിയത്. അന്നാണ് സൂചാനെ വിളിച്ചു തുടങ്ങിയത്. സൂചാന്റെ ലൈഫിലോട്ട് വരുന്നത് സൂചാനെ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. ആ നശിച്ച ദിവസമായിരുന്നു അത് അന്ന്. കൊള്ളാം. പറയാറുണ്ട് ഇത് എന്റെ ഗേൾഫ്രണ്ടാടാ, എന്റെ വാവൂട്ടനാടാ, ഞാൻ കെട്ടാൻ വന്ന കുട്ടിയാടാന്നൊക്കെ പറഞ്ഞേക്കാം. അന്ന് എനിക്ക് കിച്ചുവിന് 13 വയസ്സേ കണ്ടുള്ളൂ. അന്ന് തൊട്ട് കിച്ചുവിനെ കുറച്ച് കാലങ്ങളായിട്ട് എനിക്കറിയാം ഭയങ്കര ഇഷ്ടമായിരുന്നു. കിച്ചു ഭയങ്കര സ്നേഹത്തോടെ അമ്മ എന്ന് പറഞ്ഞ് സംസാരിക്കും. ജാസി വന്നിരുന്ന് പറയുന്നു സ്തുതിക്ക് 3ാമതുണ്ടായതാണ് നീ എന്ന്. അങ്ങനെ വരുമ്പം കിച്ചുവിന്റെ അനിയത്തി ആ ഒരു സെറ്റപ്പിലാണ് ജാസി വന്നിരുന്ന് പറയുന്നത്. ഏത് യൂണിവേഴ്സാണ് നീയൊക്കെ? ഒരിക്കൊന്നും പറയാനില്ല. നിങ്ങളൊക്കെ തന്നെ പറ. എനിക്ക് എന്താ പറയാ, ആ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു സത്യമുണ്ട്. എന്നെ അന്ന് എന്റെ ഋതപ്പൻ വിളിക്കുന്നതിനേക്കാൾ എന്റെ കിച്ചുവാണ് എന്റെ അമ്മ. എന്റെ ആഞ്ജനയാ, നിന്നെ ഞാൻ കാലേവാരി അടിക്കണോ വലിച്ചൂരി അടിക്കണോ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. തള്ളി മറിക്കണം. എടി കിച്ചു ഇന്ന് പറഞ്ഞ കാര്യം എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ അറിയാം. എന്നിട്ട് നമ്മൾ പറയാത്തെന്താ? അവൻ പറയട്ടെ, അവനല്ലേ അനുഭവിച്ചത്, അവൻ പറയട്ടെ. അവൻ പറഞ്ഞപ്പോ നീ മൂഞ്ചി. എന്റെ തെറ്റല്ല. നമുക്കൊന്ന് വെറുതെ കിച്ചുവിനെ വിളിച്ചിട്ട് ഇപ്പൊ എല്ലാവരുടെയും ഒരു സംശയം അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്കൊരു കോൾ ചെയ്യാം.
എടുക്കുമെന്നറിയില്ല, വിളിക്കാം. ഒട്ടും പ്ലാനിങ് അല്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്ക് വിളിക്കാം. അയ്യോ എനിക്ക് എടുക്കുമെന്ന് അറിയില്ല, നമുക്ക് വിളിക്കാം. ബാ വിളിച്ചിട്ട് പറയൂ, എനിക്ക് എടാ ഇങ്ങനെ ഒരു വെബ് സീരീസ് കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം ഒരു മോഡേൺ വേഷമാണ് ചെയ്യുന്നത്, ഞാൻ അത് ചെയ്തോട്ടെ എന്നൊരു പെർമിഷൻ ചോദിച്ചു. എന്നെനിക്ക് എന്ത് പെർമിഷൻ? അവനെ ഒരു വിലയും കൊടുക്കാത്ത ഇവളൊക്കെ എന്തിനു പോയി അവൻ്റെ അടുത്ത് പെർമിഷൻ കേൾക്കണം? അവൻ എന്ത് തേങ്ങയിൽ നീ ചെയ്യടെ എന്നുള്ള കാര്യം തന്നെ പറയത്തുള്ളൂ, അല്ലാണ്ട് എന്ത് പറയാ? നീ എന്തെടുത്ത് ചെയ്തോത്തല്ലേ? ഞാൻ പറയട്ടെ, അതിന് മുമ്പ് പറയണ്ട എന്തായിരിക്കും അവൻ പറയണമെന്നോ ഒന്നും ഇടപെടത്തില്ല. അതാണ് എനിക്കറിയാം എന്റെ കിച്ചണിൽ. ഒന്ന് കോൾ ചെയ്ത് അമ്മായി. എങ്ങനെ ഇടപെടും? നീ പറയുന്നുണ്ടല്ലോ ഇടപെടത്തല്ലെന്ന്. എന്തിനാണ് അവൻ ഇടപെടേണ്ടത്? അവനെ തിരിഞ്ഞു നോക്കാത്ത നീയൊക്കെ, നിന്റെയൊക്കെ കാര്യത്തിൽ എന്തിനാ അവൻ ഇടപെടണം? നീയൊക്കെ എങ്ങനെ തൊലഞ്ഞു പോയാലും അവനൊരു തേങ്ങയില്ല. കിച്ചു, ഓ കിച്ചു അമ്മയാടാ. ആണോ? എവിടാ വന്ന? ആര് തന്നെ? ആണേടാ, എനിക്കൊരു കാര്യം ചോദിക്കാനായിരുന്നു. ഓ എടാ, എനിക്കൊരു വെബ് സീരീസ് കിട്ടി, അതിനകത്ത് കുറച്ച് നല്ല അടിപൊളി ആയിരിക്കും കൊച്ചു കളി. നാണം നോക്ക്. മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്ന, കുഴപ്പമുണ്ടോ നിനക്ക്? നീ എന്ത് തേങ്ങയിലിടടി, എനിക്കെന്ത് കുഴപ്പം? ലേഖിച്ചു. ഓക്കേടാ, എനിക്കറിയാം നീ ഇതേ പറയത്തുള്ളൂ അറിയാം. ഓക്കേടാ, ശരി, വീട്ടിലോട്ട് വാട്ടോ. നീ ഏതടുപ്പിന്റെ അകത്തപ്പോ? ഓക്കേടാ, ബൈ. ഓക്കെ ശരി, നീ അടുപ്പിന്റെ അകത്തോട്ടപ്പോ. ഇനി പോർക്കളത്തിൽ റണാസുനയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു നായിക എത്തിയിരിക്കുകയാണ്. എനിക്ക് ഒരു 4-5 പേരെങ്ങാണ്ട് ഇവരുടെ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. 4-5-6 പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ആരുടെ ശിവനെ, ഇത് യാറാ இந்த പുതിയ അവതാരം എന്ന് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കണം. അവതാര പ്രവറി ചപ്പിറവിയുടെ രൗദ്ര മൂത്ര ഭൂത്ര ഭാവം നമുക്കൊന്ന് കാണാം. ഓ എന്റെ വന്യ ഇപ്പൊ പുതിയൊരു വനാജി. ആരാടാ ഇതൊക്കെ? എവിടെ നിന്നാ ഇതൊക്കെ മുളയ്ക്കുന്നത്? സുധിയാണ് സുധിയുടെ മകന്റെ കിച്ചുവിന്റെ ബാല്യകാല ട്രോമയ്ക്ക് കാരണം എന്നാണ്. മോൻ ഇത്തിരി സെന്റിമെന്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ട്രോമ അനുഭവിച്ചു, എന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ നടന്നു. അപ്പൊ അച്ഛനെ സേഫ് ആക്കി വെക്കുകയും കൂടുതലും മുൾമുനകള് രേണുവിന്റെ തലയില് പതുക്കെ ഇൻഡയറക്റ്റ് ആയിട്ട്. നീ ആദ്യം ഒരു കാര്യം ചെയ്യും, ഞാൻ ഒന്നും പറയില്ല, പുതുതായിട്ട് വന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ന്യൂ അഡ്മിഷൻ ആയതുകൊണ്ട് വലുതായിട്ടൊന്നും പറയാതെ ആനയിച്ച് കയറ്റുന്നു. കമൺ. അല്ലെങ്കിൽ ഞാൻ സച്ചിനേക്കൊക്കെ കൊടുക്കണമല്ലോ തരുമായിരുന്നു. കൊള്ളിക്കുകയും ചെയ്തു ചെക്കൻ. ശരിക്കും പറഞ്ഞാൽ രേണു സുധി എന്ന് പറയുന്നത് അവന്റെ അച്ഛന്റെ 3ാമത്തെ വൈഫാണ്. അവന്റെ മുമ്പില് ഈ നാടകം കളിക്കുന്ന പോലെ ഒരു കൊച്ചു കുഞ്ഞിന്റെ മുമ്പിൽ 3 സ്ത്രീകളുമായി കലഹിച്ച് നിരന്തരം ദാമ്പത്യ ബന്ധങ്ങൾ തകർത്ത് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് പോയി അവന്റെ അച്ഛനും പെറ്റ അമ്മ, അതായത് തീരെ സഹിയായിട്ട് വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയ പെറ്റമ്മയും കൊടുത്തത്ര ട്രോമയൊന്നും ഈ ലോകത്ത് രേണു സുധി അവന് കൊടുത്തിട്ടില്ല. ഓ, എല്ലാവരും ഒരു നിമിഷം മൗനം പാലിക്കുക. ഇതിനെ മിക്കവാറും ഉച്ചയോടെ അടുപ്പിച്ചെടുക്കുക. എങ്ങോട്ട്? അങ്ങോട്ട്. എടേ, ഇവിടെ സുധി നന്മമരം എന്ന് ആരും പറഞ്ഞില്ല. അടുത്ത് ആദ്യത്തെ ഭാര്യ, അതായത് കിച്ചുവിന്റെ സ്വന്തം അമ്മ നന്മമരം എന്ന് ആരും പറഞ്ഞില്ല. മൂഞ്ചി. കിച്ചു എന്ന് പറയുന്ന പയ്യൻ ഒരു പ്രായം അവന്റെ കുട്ടിക്കാലത്ത് അനുഭവിച്ച കുറെ സംഭവങ്ങളാണ് അവൻ പറഞ്ഞത്. അത് അവന്റെ സ്വന്തം അമ്മയായാലും 2ാം അമ്മയായാലും 3ാം അമ്മയായാലും ആരായാലും കണക്കായിരുന്നു. അതിലവൻ കോട്ടയത്ത് ലാസ്റ്റ് ഈ കൂതറാളെ ഇടയിൽ ഒന്ന് കയറിയ സമയത്ത് അവൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഏറ്റവും വലിയ ട്രോമയായിരുന്നത്. അതായത് 3 വർഷത്തോളം ഒരു റൂമിൽ കമ്പ്യൂട്ടർ വെച്ചങ്ങ് ഇരുന്നു. പിന്നെ ഡ്രഗ്സ് കാര്യങ്ങൾ അവൻ തന്നെ എല്ലാം പറയുന്നുണ്ട്, ഞാൻ സെപ്പറേറ്റ് എടുത്ത് പറയണ്ട. ഈ വിവരമില്ലാത്ത കുറെ നീക്ക് എവിടെ നിന്നടേ കുട്ടി പറിച്ചോണ്ട് വരുന്നത്? ഇങ്ങനെ കുറെ എണ്ണം ഞാൻ അതില് പൊട്ടി പറയടാ, പറയേച്ചി. വെളുപ്പിക്കാൻ എല്ലാരെയും പറയും. നിങ്ങൾ ഫിൽട്ടർ ഇട്ടിരിക്കുന്ന കണ്ടപ്പോഴേ എനിക്കറിയാം നല്ല പോലെ വെളുപ്പിക്കുന്നു. പറ. ഈ സുധിയുടെ ജീവിതത്തിലേക്ക് ഈ 3 സ്ത്രീകളും വരുന്നത് ഇയാളുടെ ലൈം ലൈറ്റിലുള്ള മിമിക്രി പ്രകടനം കണ്ട് ആരാധന മൂത്തിട്ടാണ്. ഈ 3 സ്ത്രീകളും ശരിക്കും പറഞ്ഞാൽ ആണോ? അത്രയ്ക്ക് വലിയ പോൺ സ്റ്റാർ അല്ലല്ലോ, എന്ത് സ്റ്റാർ? ഫിലിം സ്റ്റാർ അല്ല, കോമഡി സ്റ്റാർ ആണ്. അത് പോട്ട്. സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിന് ശേഷമാണ് സഹതാപത്തിന്റെ മുന്നിൽ മുൾമുനയിൽ കയറി നിന്ന് ആൾക്കാരുടെ ആ ഒരു സപ്പോർട്ട് കിട്ടിയത്. ആ ഒരു കുടുംബത്തിന് അങ്ങനെയാണ് ഓട്ടോമാറ്റിക് ഒരു സപ്പോർട്ട് കിട്ടിയത്. അതിനെ വെച്ച് മുതലക്കണ്ണീരുകൾ ഒഴുകി നടക്കുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറെ എണ്ണം. കൊള്ളാടേ എല്ലാം കൊള്ളാടേ. ആ പയ്യൻ അവന്റെ കുട്ടിക്കാലം നശിച്ച് നാറാണത്തായ ആ സിറ്റുവേഷനാണ് പറഞ്ഞത്. അതിൽ നല്ല പങ്ക് രേണുവിന്റെ കുടുംബത്തിനും ഉണ്ട്. 3 വർഷത്തോളം അവൻ അവിടെയാണ് കിടന്നത്. എവിടെ? കോട്ടയത്ത്. മനസ്സിലായേ? വല്ല മനസ്സിലാവണേ? എവിടെ? പോലെ ചിറക് തളർന്ന്
ആരാധന മൂത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ചിറങ്ങും തളർന്ന് വീഴുന്ന അങ്ങോട്ട് നേരെ കയറി പോവും കെട്ടി എഴുന്നള്ളി. എന്തോന്ന് ആരാധന? ഹോ, ഇവളുമാരെല്ലാം പതിവ്രത ആള്, നിങ്ങളൊക്കെ എല്ലാം. നീ ഇതേതാ പുതിയ അവതാരം? പിറവിയുടെ മൂത്രഭാവം. ഹോ, നിങ്ങളെല്ലാവരും സൂപ്പർ. ആരാധന മൂത്ത് പോകുന്ന നിങ്ങളൊക്കെ അടിപൊളി. ആരാധിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കൊടുക്കുന്ന ആൾക്കാർ മോശം. കൊള്ളാം. ഇത് മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥയാണ്. പരസ്പര ഇഷ്ടത്തോടെ എല്ലാം പണി വെച്ചിട്ട് അവസാനം പറയാണ് അവൻ എന്നെ വിവാഹ വാഗ്ദാനം നൽകി ഉണ്ടാക്കിയെന്ന്. ഈ ഒരു സാധനമാണ് എനിക്ക് ഫീൽ ആയത്. ആ ഒരു അതേ സെയിം സാധനം, ആ പാറ്റേൺ അത്. രേണുസുതി അയാളുടെ കടം, അയാളുടെ മദ്യപാനം, അവരുടെ ജീവിതത്തില് അവര് ഏറ്റവും സന്തോഷത്തിലും അയാൾ ഒരുപാട് നില്ല മദ്യപാനം അല്ലേ? ഇതുപോലെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ പിന്നെ ആര് മദ്യപിക്കൂല? കെട്ടിയ 3 ഫ്ലോപ്പ്. ലാസ്റ്റ് ഇതും പോവായിരുന്നു. പോകുന്നതിന് മുമ്പേ ശ്രുതി പോയി. അതുകൊണ്ടാണ് ഇത് പോവാതെ അവിടെ നിന്നത്, ഇൻഷുറൻസ് മേടിച്ചോണ്ട് പോകുന്നത്. സ്വത്തുണ്ടാക്കി ആ സ്വത്ത് പിടിച്ചടക്കി ഈ മകനെ പുറത്തേക്ക് ഇറക്കുക ഒന്നുമല്ല ചെയ്തത്. അവര് ശരിക്കും പറഞ്ഞ കോവിഡിന്റെ സമയത്തൊക്കെ എല്ലാവരും സ്ട്രഗിൾ ചെയ്യണ പോലെ അവരും സ്ട്രഗിൾ ചെയ്യായിരുന്നു. ആ സ്ട്രഗിളിന്റെ ഇടയില് ഭർത്താവിന്റെ ആദ്യം ഇതെന്ത് തേങ്ങയുടെ പറയുന്നേ? നിങ്ങൾ അമ്മച്ചി എന്തെങ്കിലും അടിച്ചിട്ടാണോ ഇരിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. എന്ത് തേങ്ങ വിളിച്ച് പറയുന്നേ? ഇനി കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് വെള്ളം എന്തെങ്കിലും കുടിച്ചാ? പറ. മോനെ എടുത്ത് ഒക്കത്ത് വെച്ചിട്ട് പൊന്നേ മുത്തേ എന്ന് എന്താ പറയാ ഓമനിച്ചില്ല എന്നാണ് പരാതി. ഇനി ഈ സുധിയുടെ മരണശേഷം രേണു നീ നിർത്ത് ചേച്ചി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സുധീരെ കൂടെ പ്രോഗ്രാമിന് കിച്ചു പോകുമ്പോൾ രേണുവിന് അത് താല്പര്യമില്ല, സമ്മതിക്കത്തില്ല. എന്തുകൊണ്ട്? കിച്ചുവിനോടുള്ള അമിത സ്നേഹമോ കോപ്പാണ്. കിച്ചുവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പൈസ സുധി ചെലവാക്കുമോ എന്നുള്ളൊരു പേടിയാണ്. അതും കൂടി ഇവളെ അണ്ണാക്കിലെത്തണം. നീ അവളെ വെള്ള പൂശാൻ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ മിക്കവാറും വൈറ്റ് വശം അടിക്കും. കൊച്ചു കള്ളി. സുധി പ്രശസ്തി, ഈ രണ്ടാനമ്മയുടെ പ്രശസ്തി ചുളിവില് അവനും ഉപകാരപ്പെട്ടിട്ടുണ്ട്. എയർപോർട്ടില് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു, അവരുമായിട്ട് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ അവന്റെ ചാനലിലുണ്ട്. എന്താടാ ഇതിന്റെയൊക്കെ തലക്കകത്ത് തീട്ടങ്ങൾ വരെ വെച്ചിരിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. നീക്ക് ഏത് പള്ളിക്കൂടത്തിൽ പറന്നാൻ പോയത്? നിനക്കൊരു മകന് കാണുമോ? അത്യാവശ്യം നല്ല പ്രായമുണ്ട് കണ്ടിട്ട്. മക്കള് കാണുമോ? ആ മക്കൾ നീ എങ്ങനെയാ വളർത്തുന്നത്? അവർക്ക് ഇഷ്ടമുള്ള പോലെ തോന്നിയ ദിവസത്തിന് പൈസ എടുത്തു കൊടുക്കുമോ? ഇനി അതും പോരാഞ്ഞിട്ട് മക്കളെ സ്നേഹിക്കുമോ? കാര്യങ്ങൾ നോക്കുമോ? 3 വർഷത്തോളം ഒരു റൂമിൽ ഇരുത്തുമോ സ്വന്തം മക്കളാണെങ്കിൽ? പറഞ്ഞാൽ കൂടി എന്റെ വായിൽ വച്ച തെറിയാണ് വരണത്. കോപ്പ്. യൂട്യൂബിലൂടെ 10 പൈസ കിട്ടി തുടങ്ങിയപ്പോ കാറായി, പുറകിലിരുന്ന് ഇൻസ്പയർ ചെയ്യാൻ ചാൻസ് ആയി. എന്നാ പിന്നെ ഇവരുടെ പ്രശസ്തി ചുളിവിലൊന്നും ഇല്ലാതെയാക്കിയേക്കാം. എന്റെ സെന്റിമെന്റ്സ് അടിച്ച എന്റെ ബാല്യകാല ട്രോമയോ ഒക്കെ അങ്ങോട്ട് പ്രസന്റ് ചെയ്തപ്പോ അയ്യോ എന്താ അമ്മച്ചി പിടിച്ച് വടിച്ചോളാം. പോ പാവം കിച്ചു. ആ കുട്ടി തന്നെ പറയുന്നുണ്ട് കോവിഡിന്റെ സമയത്ത് ആ കുട്ടി ഡ്രഗിന് അടിമയായിരുന്നു. അപ്പൊ അതെങ്ങനെ അടിമയായത്? നല്ല ആടി ഓളി കൊടുമ്പോ തള്ളയെന്ന് പറഞ്ഞ് നിൽക്കുന്ന സാധനമായാലും അവിടെ അവൻ ഇന്നുന്ന വീട്ടിലുള്ള ബാക്കിയുള്ള തങ്കൻചേട്ടനായാലും എല്ലാ കോപ്പുകളായാലും എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായത് കൊണ്ടാണ് അവൻ അങ്ങനത്തെ ഒരു ലെവലിലോട്ട് പോയത്. എൻ്റെ വീട്ടിൽ ഞാൻ ഇന്നേ ഒരു ഇമാതിരി കോപ്പിലെ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ട്? എന്നെ വളർത്തിയത് അങ്ങനെയാ, അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. മനസ്സിലായ കാര്യം? നല്ല പാരന്റിങ്ങും ഒക്കെ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ പിള്ളേരെ വഴിയേറ്റി പോകത്തില്ല. പക്ഷെ ഇവിടെ ഉള്ള നാട്ടുകാർ തെണ്ടികൾ നാറികളുണ്ട്. ഈ നാറികൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഞ്ചാവുന്നതാണ്. വേറെ ഒന്നുമില്ല. ഈ പറയുന്ന പോലെ കല്യാണ ആലോചനകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവന്മാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവാണ്. ഇതാണ് നാട്ടുകാർ നാറികൾ ഇങ്ങനെ പറയും. തന്തയില്ലാത്തവന്മാരന്മാർ കാണുന്നുണ്ടെങ്കിൽ കേൾക്കാൻ തന്നെയാണ് പറയാം. കുറെ തന്തയില്ലാത്തവന്മാരുണ്ട്. കൈ കിട്ടുവാണെങ്കിൽ പിടിച്ച് ഉരയ്ക്കുന്നതിനെയൊക്കെ നാട്ടുകാർ ചെറ്റകളെ. അല്ലാണ്ട് എനിക്കൊന്നും പറയില്ല. ഈ കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ എനിക്ക് അവന്മാർ പെട്ടെന്ന് ഓർമ്മ വന്നു. കാരണം നാട്ടുകാർ നാറുകൾ കുറേ എണ്ണമുണ്ട്. ഇമാതിരി മറ്റേടുത്ത പരിപാടി കാണിക്കുന്നവരെ കൈ കിട്ടി കഴിഞ്ഞാൽ ഏത് പുന്നാരമോനായാലും കേട്ടോ അവൻ കുറച്ചൊന്ന് വെള്ളം കുട്ടിക്കും. കാരണം അവിടെ ഇവിടെ എവിടെയും കടത്തുന്നകളിൽ ഇരുന്നിട്ട് പല തന്തയില്ലായ്മകളും വിളിച്ച് പറയുന്ന കുറേ എണ്ണമുണ്ട്. നോക്കി ഇരിക്കുക, കിട്ടട്ടെ. കിറങ്ങിയിരിക്കണ അല്ലെങ്കിൽ എപ്പോഴും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കണ ഒരു മോനെ എല്ലാവരും കൊണ്ട് വന്നിട്ട് കൊഞ്ചിക്കോ? എല്ലാവർക്കും അത്യാവശ്യം. എടി നിന്റെ വാക്ക് എനിക്ക് കേൾക്കാൻ വയ്യ. നിന്റെ വാക്ക് കേട്ട് കഴിഞ്ഞ് എനിക്ക് ചൊറിഞ്ഞു വരും. നീ രേണുവിനെക്കാളും ഗതികെട്ട സാധനമാണ്. മതി. എനിക്ക് 5-6 പേര് അയച്ചു തന്നുകൊണ്ടാണ് നിന്നെ എടുത്ത് വെച്ചത്. അല്ലെങ്കിൽ നിന്നെ ഞാൻ എടുക്കത്ത് പോലുമില്ല. അത്രയ്ക്ക് എനിക്ക് കണ്ടപ്പം രേണുവിനെക്കാളും വെറും കഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഉള്ള കാര്യം പറയില്ല, സത്യം. അത്രയ്ക്ക് ബെറ്റർ ഫാർ ബെറ്ററാണ് രേണു അസുന എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എല്ലാം കണക്കാനായിട്ടാ. ചുമ്മാ പറഞ്ഞ രേണുവിനെ പൊഴുത്തി പറഞ്ഞൊന്നുമല്ല. അതും ഒരു കൂറ സാധനം, ഇതും വേറൊരു സാധനം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കുന്നുണ്ട്. എന്തോന്നില്ല ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡിന് തന്നെ എന്തോ പോലൊരു മോശമാണ്. ഇപ്പോൾ പുതിയൊരു വീഡിയോ കാണാം.